അങ്ങനെ കേരള സ്ട്രൈക്കേഴ്സിന്റെ 5ാമത്തെ വിക്കറ്റിൽ തെറിച്ചിരിക്കുകയാണ്. അടുത്തതായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് കേരള സ്ട്രൈക്കേഴ്സിന്റെ ക്യാപ്റ്റൻ സൂപ്പർ സ്റ്റാർ ഗഫൂർ. നമുക്ക് ബേജാറായിട്ട് കൈയും കാലും വറക്കും പോലെ. ഒന്നും സംഭവിക്കില്ല ഗഫൂർ, പോയി കളിച്ച് ടീമിനെ വിജയിപ്പിച്ചു വരും. നിങ്ങൾക്ക് നല്ല ഗോതമ്പിന്റെ നിറാണല്ലോ, അത് പോവാത്ത കളിയിൽ നിങ്ങൾക്ക് അറിയും. ഗാലറിയിൽ നിന്ന് കൈയടിക്കുന്ന പോലെയല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണത്. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? കണ്ടില്ലേ, നിങ്ങൾ ഒരു 6 അടിച്ചാൽ ഡാൻസ് കളിക്കാൻ ഇവിടെ സുന്ദരിമാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ ഔട്ടായാലും ഈ സുന്ദരിമാരി ഡാൻസ് കളിക്കൂ. ഇത് രണ്ടായാലും എനിക്ക് ഡാൻസ് കാണാലോ. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാണ് ഭായി നാട്ടിലിങ്ങനെ സംസാരിച്ചിരിക്കാതെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാം. അള്ളാന്റെ വതിരിങ്ങളെ വന്നു വരുമ്പോ അടിച്ചിട്ടാണ് ഓടേണ്ടത്, അല്ല ഓടിയിട്ടാണ് അടിക്കേണ്ടത്. പടച്ചോനെ ടെൻഷൻ കാരണം എല്ലാം മറന്നുവല്ലോ. മിസ്റ്റർ ഗഫൂർ, ബാറ്റ് ചെയ്യുന്ന ആൾ അപ്പുറത്താണ് നിൽക്കേണ്ടത്. തൽക്കാലം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യോ, ഞമ്മക്ക് കണ്ണിലാകെ ഇരുട്ട് കയറിയ മാതിരി. എടോ മിസ്റ്റർ, ഞാൻ കളി നിയന്ത്രിക്കുന്ന ആളാ, പോയി അപ്പുറത്ത് നിൽക്ക്. പടച്ചോനെ ഇതിപ്പോ വേണ്ടാത്ത പരിപാടിയായി പോയത്. ഇനിയിപ്പോ എന്താണ് ഒരു രസ, എന്തെങ്കിലും ഒരു വൈ കാണിച്ചേ. കേരള സ്ട്രൈക്കേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രീ ഗഫൂർ ഗ്രൗണ്ടിൽ കാൽ കുത്തിയതും മഴ പെയ്തതും ഒരുമിച്ചായിരുന്നു. മഴ കാരണം ഈ മാച്ച് ഇപ്പോൾ നിർത്തിവെക്കുന്നു. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം അമ്പയർമാർ ഇപ്പോൾ വിജയികളെ പ്രഖ്യാപിക്കുന്നതാണ്. അമ്പയർമാർ ചർച്ച നടത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് വിജയി ആരാണെന്നറിയാം. അതെ, കേരള സ്ട്രൈക്കേഴ്സ് വിജയിച്ചിരിക്കുന്നു. അഭിനയത്തിൽ മാത്രമല്ല കളിയിലും കേമന്മാരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേരള സ്ട്രൈക്കേഴ്സ്. അല്ല മോനെ, ഇതിപ്പോ എന്താണ് സംഭവിച്ചത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇതിപ്പോ എങ്ങനെയാണ് ജയിച്ചത്? ഗഫൂറിന് മനസ്സിലായില്ല അല്ലേ? മഴ പെയ്താൽ ക്രിക്കറ്റിൽ അങ്ങനെയാ. അത് നിങ്ങള് പണ്ടേ മട്ടല് വേറ്റാക്കി പറമ്പ് ക്രിക്കറ്റ് കളിക്കുമ്പോഴായിരിക്കും. അത് നിങ്ങളൊന്ന് വിശദമായിട്ട് പറഞ്ഞിരി, എങ്ങനെയാണ് നമ്മൾ കളി ജയിച്ചത്? അതായത് മിസ്റ്റർ ഗഫൂർ, ഈ ഡമ്മി ടു ഡമ്മി, ഡമ്മി ടു വാൾ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാമല്ലോ. നിങ്ങളെന്താ ഒലക്കമലത്ത് വർത്താനാണ് പറയണത്? ലാലേ നിങ്ങൾ പറ, നിങ്ങളാണല്ലോ മുതലാളി. മഴ പെയ്തപ്പോ നമ്മുടെ ടീം എങ്ങനെയാണ് ജയിച്ചത്? നമ്മുടെ ടീം ജയിച്ചപ്പം ആ ചിയർ ഗേൾസിന്റെ ഡാൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു. കലക്കേ. അത് ശരി, അപ്പൊ നിങ്ങളെ പെണ്ണുങ്ങളെ ഡാൻസ് നോക്കിയിരിക്കാനില്ലേ? നല്ല ആളോടെ നമ്മൾ ചോദിച്ചത്. അതായത് ഗഫൂർ, ക്രിക്കറ്റിൽ നമ്മൾ അറിയാത്ത പല നിയമങ്ങളും ഉണ്ട്. ഈ ഫീൽഡിൽ നമ്മൾ പിച്ച വെച്ച് നടക്കുന്ന ഒരു കുട്ടി മാത്രമാണ്. ആ ബോധം എല്ലാവർക്കും വേണം, അല്ലെങ്കിൽ നമ്മളൊക്കെ കുട്ടികൾ പിച്ചച്ചട്ടി എടുത്ത് നടക്കേണ്ടി വരും. അറിയാവുന്ന പണിയെടുത്ത് പച്ചരി വാങ്ങാൻ നോക്കും മക്കളെ.